എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു 5 കിലോ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ എണ്ണ അടുപ്പത്തിട്ട് തിളച്ചു, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, തിളപ്പിച്ചെടുത്തു. ബീഫ് ഫ്രൈക്ക് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കണം. അത് എണ്ണക്കകത്ത് ഇത് വരണ്ട് നല്ല ഉണങ്ങി വരണ്ടതാണ്. ഇത് നമ്മൾ രാവിലെ ഇത് 3 തവണ കുക്കറിനകത്ത് 3 വിസിൽ അടിച്ച് എടുത്ത് അരിപ്പയ്ക്കകത്ത് കുടഞ്ഞിട്ട് വെള്ളം തോർത്തി വെച്ചേക്കുന്നതാണ്. അതിനകത്തോട്ട് വെളുത്തുള്ളി, ക്രഷ് ചെയ്ത വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ബീഫ് ഫ്രൈക്ക് ആകുമ്പോൾ ഇച്ചിരി ഏറെ അളവ് കൂടുതലിടണം. ഇച്ചിരി പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഒരാൾ 5 കിലോ ബീഫ് ഫ്രൈക്ക് ഓർഡർ തന്നതാണ്. അത് ഉണ്ടാക്കി കൊടുക്കാൻ കറിവേപ്പില കൂടെ കൊടുക്കണം. ഹോട്ടലിൽ ഉണ്ടാക്കുന്നതിന് നല്ല ഉണക്കിയെടുക്കാനാണ്. ഇത് വെളിയിൽ കൊണ്ടുപോകാനായിട്ട് ഓർഡർ വന്നതാണ്. അതുകൊണ്ടാണ് നല്ലപോലെ ഉണക്കിയെടുക്കുന്നത്. സബോള കുറച്ച് സബോള മതി. ഒരു 1/2 കിലോ സബോളയെ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഇഞ്ചി ക്രഷ് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, മീറ്റ് മസാല, 100 ഗ്രാം മീറ്റ് മസാല, മല്ലിപ്പൊടി, ഒരു 100 ഗ്രാം മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇതൊരു 50 ഗ്രാം, ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇറച്ചിക്കകത്ത് ഉപ്പിട്ട് അടിച്ചതാണ്. അങ്ങോട്ട് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇറച്ചി വെന്തതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇറച്ചി വെന്ത വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഒന്ന് ഇതാകാൻ വേണ്ടിയാണ്. ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. വെന്ത വെള്ളവും ആ ഗ്രേവിക്കകത്ത് കിടന്ന് ഇതൊന്ന് ഒരു 1/2 മണിക്കൂർ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് തോർത്തിയെടുക്കണം. നല്ലോണം ഉണക്കി നല്ല കറുപ്പിച്ചെടുക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ലാസ്റ്റ് ഇതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫിനിഷിങ്. ഈ ചെറു തീയിൽ ഒന്ന് നല്ല കിടന്ന് പറ്റിയിട്ട് നല്ല തോർത്തി ഉണക്കിയെടുക്കാം. ഗ്രേവി നല്ല ഇതായാലിപ്പോൾ
മുരിഞ്ഞായിരിക്കും. നല്ലപോലെ ആ ഇറച്ചി കഷ്ണത്തിലെല്ലാം ഈ ഗ്രേവി സവോള എല്ലാം കൂടെ പിടിച്ച് നല്ല റെഡിയായിരിക്കും. നമുക്ക് എണ്ണക്കകത്ത് കിടന്ന് നല്ലപോലെ വരണ്ട് ഉണങ്ങി വരണം. തീ നമുക്കൊന്ന് സിമ്മിലാക്കി ഇത് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. എന്നാലേ ഇത് അല്ലെ പിന്നെ അടുക്കി വിടും. നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം ഒരു പകുതി തോർന്ന് ബീഫ് ഫ്രൈ ഏകദേശം മുക്കാലും തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുരുമുളക് പൊടി തൂകി കൊടുത്തിട്ട് കറുത്ത് ഒരു തോർത്തി നല്ല ഉണക്കിയെടുക്കണം. കൈ പോലെ കറുപ്പിച്ച് എടുക്കണം. എന്നാലേ ഇത് ബീഫ് ഫ്രൈ ആകത്തുള്ളൂ. ഇത് ഒരു 15 മിനിറ്റ് കൂടെ കിടന്നാലേ ഇത് കറുത്ത് വരത്തുള്ളൂ. ഇത് നമുക്ക് ഈ 5 കിലോ ബീഫ് അതുപോലെ ഉണക്കി ഗൾഫിന് കൊടുത്തു വിടാനാണ്. ഇത് ഉണക്കി എടുത്തിട്ട് ആറിക്കഴിഞ്ഞാണ് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ഇതുപോലൊരു ഞങ്ങളുടെ അടുത്തൊരാൾ പറഞ്ഞിട്ട് ഇത് ഓർഡർ പറഞ്ഞിട്ട് ഉണ്ടാക്കുവാണ്. ഇത് ഏകദേശം നമ്മൾ മുക്കാലും തോർച്ചയായി. ഇനി ഇത് ഒരു 15 മിനിറ്റ് കൂടെ കിടന്നാൽ ഇതിൻ്റെ ഫിനിഷിംഗ് ആവും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.